കർത്താവായ ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഈ വിശ്വാസ വർഷത്തിൽ കർത്താവായ യേശുവിലുള്ള നമ്മുടെ പരിപൂർണ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മധുരമായ ഗാനം ആലപിച്ച് അവിടുത്തെ സ്തുതിക്കാം. അവിടുന്ന് കർത്താവാണ്, ദൈവമാണ് എന്ന് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു തമ്പുരാൻ തന്നെ ഈ പ്രഖ്യാപനം നടത്തുന്നതിന് ശ്ലീഹന്മാരെ സ്വാധീനിക്കുന്ന സാഹചര്യം നമുക്കിവിടെ വായിക്കാം. മത്തായി 16. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. ആമേൻ. അതേ പ്രിയമുള്ളവരെ, ഈശോ മിശിഹ ദൈവത്തിൻ്റെ പുത്രനാണ്, സത്യദൈവവും സത്യമനുഷ്യനുമാണ് എന്ന് ഏറ്റുപറയുവാൻ ഭാഗ്യം കിട്ടുന്ന ആരാർക്കെന്ന് ഈശോ ഇവിടെ പറയുകയാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് കൃപ നൽകപ്പെട്ടത് കൊണ്ടാണ് നിനക്ക് ഈ പ്രഖ്യാപനം നടത്താൻ സാധിച്ചതെന്ന് പത്രോസിനോട് പറയുന്നു. ഈ വിശ്വാസം ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നവരെ കുറിച്ചുള്ള ഈശോയുടെ അടുത്ത പ്രഖ്യാപനം കണ്ടോ? നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വിശ്വാസം ഉറപ്പിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഉറപ്പുള്ള പാറ പോലെയാണ്. താൻ പണിയുന്ന തിരുസഭയുടെ കല്ലുകളായി അവിടുന്ന് ചേർത്ത് വെച്ച് സഭയെ ഉയർത്തി പടുത്തു കൊണ്ടുവരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിലാണ്. നമുക്കിത് വളരെ വ്യക്തമായിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കാം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് കേട്ടോ, അവനിൽ വിശ്വാസമർപ്പിക്കുന്ന യാതൊരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ പ്രത്യാശ ഇതാണ് പ്രിയപ്പെട്ടവരെ. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ അവൻ സത്യ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ രക്ഷയാണ് നമ്മൾ ഇന്നിവിടെ ഏറ്റുവാങ്ങുവാൻ പോകുന്നത്. നമ്മളിപ്പോൾ പാടി സ്തുതിക്കുവാൻ പോകുന്ന ഈ ഗാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ഈ സത്യത്തെ എല്ലാവരും സന്തോഷത്തോടെ ഏറ്റുപറയുക. ശ്രോതാക്കളായി നിങ്ങളെല്ലാവരും ഈ ഗാനത്തോട് ചേർന്ന് ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്തുകയും യേശു മിശിഹായിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ചെയ്യാം. യേശുവേ സ്തോത്രം. യേശു കർത്താവാണ്, യേശു ഏക ദൈവമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഏറ്റവും പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശു കർത്താവാണെന്നും
യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചേർന്നേറ്റു പാടാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ഏറ്റുപാടാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, നീ മാത്രമാണ് ഏക സത്യദൈവം. എല്ലാ ജാതികളുടെ മേലും ഭരണം നടത്തുവാൻ യേശു നാമം മാത്രം. എൻ്റെ പ്രിയരെ, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന ദൈവജനമേ, ഇന്നേവരെയും നീ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, യേശുവിന്റെ നാമം ഒരിക്കൽ പോലും നീ ഏറ്റു വിളിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഇപ്പോൾ തന്നെ യേശു എന്ന വലിയ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവിൻ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവപിതാ സന്നദ്ധമായിരിക്കുന്നു. ആകയാൽ യേശു ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക ദൈവം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാ ദൈവജനവും യേശുവിന്റെ നാമത്തെ വിശ്വസിച്ച് ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങളുടെ സമയമാണ്. യേശുവിന്റെ നാമത്തിൽ നമുക്കൊന്ന് ചേർന്ന് പാടി സ്തുതിക്കാം. ആമേൻ. നീ സ്രഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സ്രഷ്ടാവാണെന്നും നീ പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ സൃഷ്ടാവാണെന്നും ആമേൻ. നീ പാലകനാണെന്നും യേശു മാത്രം പാലകൻ. ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. നമുക്കെല്ലാവർക്കും ചേർന്ന് യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, നീ മാത്രമാണ് എൻ്റെ അധിപതി. യേശുവേ, നീ മാത്രമാണ് എൻ്റെ ഉടയവൻ. ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ വിധികർത്താവ്. യേശുവേ, നിന്നിലുള്ള വിശ്വാസത്തെ വളർത്തണമേ. ഈ വിശ്വാസ വർഷത്തിൽ അങ്ങയോട് ചേർന്ന് അങ്ങയുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് എൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ എന്നെ സഹായിക്കണമേ. ഇതാ ഞങ്ങൾ ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന പ്രിയ സഹോദരി സഹോദര, നമുക്കൊന്ന് ചേർന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ സാധിക്കട്ടെ. ദൈവനാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. യേശു എന്ന നാമത്തെ നമുക്ക് ഒന്ന് ചേർന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. ആമേൻ. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ അധിപതിയാണെന്നും ആമേൻ. നീ ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒന്ന് ചേർന്ന് ആവർത്തിച്ചു പാടാം. യേശു കർത്താവാണ്, അതെ, യേശു മാത്രം കർത്താവ്, യേശു ദൈവമാണ്, യേശു മാത്രം ഏക ദൈവം. ഞാൻ വിശ്വസിക്കുക, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. ഏറ്റുപാടാം. യേശുവേ രക്ഷക കർത്താവേ നാഥനേ. യേശു കർത്താവാണ്, യേശു കർത്താവാണ്, വിശ്വസിക്കുക, യേശു ദൈവമാണ്, ഏറ്റുപാടി പ്രാർത്ഥിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ആ സത്യദൈവത്തെ ഞാൻ നമുക്ക് ആരാധിക്കാം. ആ സത്യദൈവത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് അവിടുത്തെ നാമത്തെ കുമ്പിടാം. ആരാധനയുടെ മധ്യ വസിക്കുന്ന ദൈവം, സർവ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, ആ ഏക സത്യ ദൈവത്തെ, ആ യേശു നാമത്തെ നമുക്ക് ആരാധിക്കാം. ആ സത്യ ദൈവത്തെ നമുക്ക് ഒന്നു ചേർന്ന് കുമ്പിട്ട് ആരാധിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. യേശുവേ ആണു വീണു വന്നിച്ചിടാം. ആത്മനാഥ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീണാൽ വാഴേ. ആരാധിച്ചിടാം, ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. പ്രിയ ദൈവജനമേ, എല്ലാവരും ആരാധിക്കുക. ആരാധിക്കും ദൈവത്തെ ആരാധിച്ച് കുമ്പിട്ടാരാധിച്ച് ദൈവത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. നിന്നിൽ ചേരണം എൻ
മനസ്സിൽ നീ ദൈവപിതാവിനെയും പുത്രനായ യേശുവിനെയും പ്രത്യേക ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ചേർന്ന് കരങ്ങൾ കൂപ്പി ആ തൃത്വേക ദൈവത്തെ ആരാധിക്കട്ടെ. ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്ന എല്ലാ അന്തരീക്ഷങ്ങളിലേക്കും ദൈവത്തിന്റെ ശക്തി ഇതാ നിറഞ്ഞു നിൽക്കുന്നു. ആ ദൈവത്തെ നമുക്ക് ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടുകൂടി ആരാധിക്കാം. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടി ആരാധിക്കട്ടെ. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ചേർന്ന് പാടാം. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ കുമ്പിട്ടാരാധിക്കട്ടെ. എല്ലാം സമർപ്പിച്ചാരാധിക്കട്ടെ. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും എല്ലാം സമർപ്പിച്ച് കുമ്പിടാം. മുൻപിലടച്ച് കുമ്പിടുന്നു. നമ്മുടെ ദുഃഖങ്ങളും വേദനകളും സമർപ്പിക്കാം. നമ്മുടെ ബലഹീനതകൾ സമർപ്പിക്കാം. നമ്മുടെ കുറവുകൾ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സമർപ്പിക്കാം. പാവനാത്മാവേ, എല്ലാവരും ആരാധിക്കട്ടെ. ഈ പ്രത്യേക ദൈവത്തെ ആരാധിക്കട്ടെ. ഏക സത്യ ദൈവത്തെ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച്. മാലാഖമാരോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാവരും ആരാധിക്കട്ടെ. സർവദൂതന്മാരോട് ചേർന്ന് ആരാധിക്കാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി ഒന്ന് ചേർന്ന് പാടാം. യേശു കർത്താവാണ്